നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണയെ കിരീട ഫേവറിറ്റുകളായി കാണുന്ന നിരവധി പേരുണ്ട്. മിന്നും പ്രകടനമാണ് അവർ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിരവധി പേർക്ക് അവരുടെ ടീമിൽ ഇത്ര വലിയ വിശ്വാസം. നാളെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ അവർ ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. സാങ്കേതികമായി നമ്മൾ പറഞ്ഞാൽ മറ്റന്നാൾ പുലർച്ചെയാണ് കളി. ബാഴ്സയുടെ മൈതാനത്താണ് ആ കളി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിക്കുന്നു ഹൻസി ഫ്ലിക്കിനോട്, ബാഴ്സലോണ ഇത്തവണത്തെ കിരീട ഫേവറിറ്റുകളല്ലേ യുവേഫ ചാമ്പ്യൻസ് ലീഗ്? അദ്ദേഹത്തിൻ്റെ മറുപടി ഒരിക്കൽ കൂടി നോ എന്നാണ്. അല്ല, ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാം സമർപ്പിച്ച് കളിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളരെ ഇൻക്രെഡിബിളി ഹാർഡായിട്ട് വർക്ക് ചെയ്താണ് പോകുന്നത്. ഒരു മത്സരവും ഞങ്ങൾക്ക് തോൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. പക്ഷേ ഞങ്ങൾ ഒരിക്കൽ കൂടി കളിക്കളത്തിൽ അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫേവറിറ്റുകളെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഈ കളി നടക്കുന്നത് ബാഴ്സയുടെ മൈതാനത്താണല്ലോ ആദ്യപാദം. അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് പൂർത്തിയാക്കാൻ റാപ്പപ്പ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഹോമിൽ കളിക്കുക എന്നുള്ളത് ഓൾവേസ് ബെറ്റർ ആണ്. കാരണം നമുക്ക് ആരാധകരുടെ പിന്തുണയോടെ കൂടുതൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഞങ്ങൾ കളി ഇപ്പോൾ തന്നെ റാപ്പപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ടീമിൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ നല്ല ഫോമിലുമാണ് എന്നുകൂടി ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.